നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ കലാപ്രസ്ഥാനമായ കേരള പീപ്പിൾസ് ആർട്സ് ക്ലബിൻ്റെ KPICയുടെ കഥ വീണ്ടും. എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കഥ നടക്കുന്നത്. 1950കളുടെ തുടക്കത്തിൽ മധ്യ തിരുവിതാംകൂറാണ് രംഗവേദി. അവിടെ ജന്മിത്വം കൊടികുത്തി പാടുന്ന കാലത്ത് ഒരു തകർന്ന നായർ തറവാട്ടിലെ കാരണവരാണ് നായകൻ പരമപിള്ള. പരമപിള്ളയുടെ മകൻ ഗോപാലൻ അച്ഛനിൽ നിന്ന് വളരെ വ്യത്യസ്തനായ അടിയുറച്ചൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഗോപാലൻ്റെ അമ്മ പരമപിള്ളയുടെ ഭാര്യ കല്യാണിയമ്മ, മകൾ 12 വയസ്സുകാരി മീന. ഗോപാലൻ്റെ സഖാവായ മാത്യു, അതുപോലെ തന്നെ പരമപിള്ളയുടെ അയൽവക്കത്തുകാരനും അവിടുത്തെ ജന്മി കേശവൻ നായരുടെ, നാട്ടിലെ ഏറ്റവും വലിയ ജന്മിയുടെ പാട്ടക്കാരനുമായ പപ്പു, എല്ലാ കുടിലതകളുടെയും കേന്ദ്ര ബിന്ദുവായ കേശവൻ നായർ എന്ന് പറയുന്ന ജന്മി, അയാളുടെ മകൾ പുരോഗമനവാദിയായ സുമാവലി, കർഷക തൊഴിലാളിയായ കറമ്പൻ്റെ മകൾ മാല, കേശവൻ നായരുടെ ശിങ്കിടിയായി നടക്കുന്ന വേലുച്ചാർ, ഇവരൊക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ. പരമപിള്ളയും ഗോപാലനും തമ്മിലുള്ള സംഘട്ടനം അത് ഒരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് പരമപിള്ളയുടെ വീട് വരെ കവർന്നെടുക്കാനുള്ള നീക്കങ്ങളുമായി കേശവൻ നായർ മുന്നോട്ട് വരുന്നു. കേശവൻ നായരുടെ കണ്ണ് അതുപോലെ തന്നെ മാല എന്ന പെൺകുട്ടിയിലുമുണ്ട്. പരമപിള്ളയുടെ ജീവിത സാഹചര്യങ്ങൾ ഒടുവിൽ അയാളെ ഗോപാലനാണ് ശരി എന്ന ചിന്തയിൽ കൊണ്ടെത്തിക്കുന്നു. അങ്ങനെ മാല പിടിച്ചിട്ടുള്ള ചുവന്ന കൊടി പരമപിള്ള ഏറ്റുവാങ്ങിക്കുകയാണ്. അത് ഉയർത്തി പിടിക്കുന്നതോടെയാണ് നാടകം അവസാനിക്കുന്നത്. അങ്ങനെ പഴഞ്ചനും യാഥാസ്ഥിതികനുമായ പരമപിള്ള ഒരു കമ്മ്യൂണിസ്റ്റായി മാറുന്നിടത്ത് നാടകം അവസാനിക്കുന്നു. പരമപിള്ള പറയുന്ന ഒരു വാചകത്തിൽ നിന്നാണ് ആ നാടകത്തിൻ്റെ പേര് വന്നിരിക്കുന്നത്, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. എൻ്റെ മകനാണ് ശരി എന്നുള്ള നാടകം ഒരു 40 സ്ഥലങ്ങളിൽ കളിച്ചു കഴിഞ്ഞതിന് ശേഷം ആ നാടകം ഇനി അങ്ങോട്ടും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നുള്ള തിരിച്ചറിവുണ്ടായപ്പോൾ KPICയുടെ സംഘാംഗങ്ങളൊക്കെ ഒത്തുചേർന്ന് നാടകം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അത് പകരം ഒരു പുതിയൊരു നാടകം വേണം. ആ നാടകത്തിൻ്റെ അന്വേഷണം അവരെ കൊണ്ട് എത്തിച്ചത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള തോപ്പിൽ ഭാസിയുടെ പുസ്തകത്തിലാണ്. തോപ്പിൽ ഭാസി അപ്പോഴേക്കും ഒരു ചതയ ദിവസം, ഓണത്തിൻ്റെ ദിവസങ്ങളിൽ ഒരു ദിവസം പല്ലനയുള്ള ഭാര്യ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് അടൂർ ലോക്കപ്പിൽ കഴിയുകയാണ്. ജനാർദ്ദനക്കുറുപ്പും രാജഗോപാലൻ നായരും കൂടി തോപ്പിൽ ഭാസിയെ പോയി കണ്ടു, അടൂർ ലോക്കപ്പിൽ പോയി കണ്ടു. ഈ നാടകം അവതരിപ്പിക്കാനുള്ള അവരുടെ തീരുമാനം അറിയിച്ചു. തോപ്പിൽ ഭാസിക്ക് തീർച്ചയായിട്ടും ആ നാടകം KPIC അവതരിപ്പിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അന്ന് അടൂരുള്ള നാടക സ്ഥലത്തെത്തിയത്. ഭാസിക്ക് വളരെ സന്തോഷമായി. ഭാസി ഒരു കാര്യം മാത്രം ആവശ്യപ്പെട്ടുള്ളൂ, ഈ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള പേരിന് മാറ്റമൊന്നും വരുത്തരുത്. മാത്രമല്ല എൻ്റെ പരമപിള്ളയ്ക്കും കറമ്പനും മാലയ്ക്കും ഒന്നും യാതൊരു വിധത്തിലും ഒരു മാറ്റവും വരുത്തരുത്, അവരൊക്കെ ഉണ്ടാവണം ഈ നാടകത്തിൽ. ആ ഒരു ആഗ്രഹത്തിന് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വേണം നാടകം അവതരിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യവും അവർ ഭാസി അറിയിച്ചു. ഭാസി അതിനൊക്കെ സമ്മതം മൂളി. തിരിച്ചു വന്ന് അവർ ജനാർദ്ദനക്കുറുപ്പും രാജഗോപാലൻ നായരും കൂടെ ഒരിടത്ത് കുറച്ച് നാൾ ഇരുന്ന് അവർ ഈ നാടകം ഒന്ന് അഴിച്ചു പണിതു. അതിനകത്ത് ചില കഥാപാത്രങ്ങളെ കൊണ്ടുവരണം. അന്ന് ഈ നായിക എന്നുള്ള ഒരു പഴയ സങ്കല്പം അനുസരിച്ച് പാട്ട് പാടുന്ന ധാരാളം പാട്ടുകൾ പാടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങളുള്ള ഒരാളാണ് നായികയാവേണ്ടത്. അത് ഈ സുമാവലി എന്ന് പറയുന്ന ജന്മി കേശവൻ നായരുടെ മകളാണ്. ആ കഥാപാത്രം ഭാസി രംഗത്ത് കൊണ്ടുവരുന്നില്ല. അപ്പോൾ ആ കഥാപാത്രത്തെ രംഗത്ത് കൊണ്ടുവരണമെന്ന് അവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചു. അപ്പോൾ അതിന് ആവശ്യമായ രംഗങ്ങൾ വേണം. ഗോപാലനും സുമയും തമ്മിലുള്ളൊരു പ്രേമം ഉണ്ടാവണം. സുമവും തമ്മിലുള്ളൊരു പ്രേമം അവർ ഉണ്ടാക്കി. പാർട്ടികളുടെ സിറ്റുവേഷൻ ഉണ്ടാക്കി. വേറെ ചില അന്നത്തെ രാഷ്ട്രീയം 1952 അന്ന് AJ ജോണിൻ്റെ ഗവൺമെൻറ്റാണ് തിരുകൊച്ചി സംസ്ഥാനം ഭരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് വിമർശിക്കുന്ന ഡയലോഗുകൾ, അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി. പിന്നെയും ചില രംഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്തു. അങ്ങനെയൊക്കെ നാടകത്തൊരു ഒരു വ്യക്തമായ രൂപമുണ്ടാക്കിയതിന്. അങ്ങനെ നാടകം അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിന് പിന്നെ വേണ്ടത് അഭിനേതാക്കളാണ്. ഭാസി ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു, അതിൻ്റെ നായകനായ അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രമായ പരമപിള്ളയായി അഭിനയിക്കേണ്ടത്
അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായ ബാല്യകാല സുഹൃത്തായ ഒരുമിച്ച് കളിച്ചു വളർന്ന കാമ്പശ്ശേരി കരുണാകരനായിരിക്കണം. കാമ്പശ്ശേരി കരുണാകരൻ എന്ന തിരുക്കൊച്ചി MLA ആണ്, പുനലൂർ രാജഗോപാൽ നായരെ പോലെ തന്നെ നിയമസഭാംഗമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പിന്നെ അദ്ദേഹം വളരെ കുട്ടിക്കാലം മുതലേ അഭിനയിക്കുന്ന ഒരാളാണ്, പത്രപ്രവർത്തകനാണ്. ഇങ്ങനെ ഒരുപാട് കഴിവുള്ള ഒരാളാണ് ഇപ്പോൾ കാമ്പശ്ശേരി. അപ്പോൾ കാമ്പശ്ശേരി അഭിനയിപ്പിക്കുന്ന കാര്യത്തിൽ അവർക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ കൂടെയുള്ള ഈ KPSC സംഘത്തിലെ ഒരു പ്രധാനപ്പെട്ട അംഗമായ കേശവൻ പോറ്റി സാറ് കാമ്പശ്ശേരിയെ അപ്പോൾ തന്നെ പോയി കണ്ട് അദ്ദേഹത്തിനെ ഒരു സൈക്കിളിൻ്റെ പുറകിലെടുത്തി ചവിട്ടി അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നു, KPSCയുടെ ക്യാമ്പിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ പിന്നെ അവിടെ ഇപ്പോൾ തന്നെ എൻ്റെ മകനാളിശ്ശേരിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ജനാർദ്ദനക്കുറുപ്പ് ജന്മി കേശവൻ നായരായി അഭിനയിക്കാൻ തീരുമാനിച്ചു. O മാധവൻ അതിനകത്ത് പപ്പുവിൻ്റെ പാട്ടക്കാരൻ പപ്പുവിൻ്റെ വേഷം കെട്ടാൻ ആണ് O മാധവൻ നിയുക്തനായത്. രാജഗോപാലൻ നായർ പാട്ടുപാടും, ചെറുപ്പക്കാരനാണ്, അപ്പോൾ നായകനായിട്ട് അഭിനയിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. പക്ഷേ തൽക്കാലം കേശവൻ നായരുടെ ശിങ്കിടിയായ വേലുച്ചാരുടെ വേഷത്തിലാണ് രാജഗോപാലൻ നായരെ കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇനി ഒരു നായകനായിട്ട് അഭിനയിക്കാൻ കുറച്ച് ചെറുപ്പക്കാരനായ ഒരാൾ വേണം. അപ്പോൾ അങ്ങനെ ഒരാളെ കണ്ടെത്തിയത് ചവറയിലുള്ള ഒരു കഥാപ്രസംഗക്കാരനായ, കഥാപ്രസംഗത്തിലേക്ക് ചൂടുവെച്ച കുറേയധികം വേദികളിൽ കഥ അവതരിപ്പിച്ച് ആളുകൾക്കിടയിൽ പ്രചാരം നേടിയ സാംബസദാശിവൻ എന്നൊരു ചെറുപ്പക്കാരനാണ്, സാംബശിവൻ. ഈ സാംബശിവനെ കണ്ടെത്തിയ ആൾ വാസ്തവത്തിൽ അദ്ദേഹത്തെക്കുറിച്ചായിരുന്നു ഞാൻ ആദ്യം പറയേണ്ടിയിരുന്നത്. അദ്ദേഹമാണ് ഈ സമിതിയുടെ KPSCയുടെ കൺവീനറുടെ ചുമതലയേറ്റത്. കാര്യം KPSC എപ്പോഴും ഒരു സംഘടനാ ചട്ടക്കൂട്ടിൽ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ജനാർദ്ദൻ കുറുപ്പ് പ്രസിഡൻറ്റും O മാധവൻ സെക്രട്ടറിയുമായിട്ടുള്ള ഒരു സംഘടനാ രൂപമുണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന അവരിൽ പിന്നെ കോട്ടയം ശ്രീനി KPSC വിട്ടിരുന്നു. അപ്പോൾ സെക്രട്ടറിയായി ചുമതലയേറ്റത് O മാധവനാണ്. അപ്പോൾ ഇനി വേണ്ടത് പക്ഷേ ഒരു നാടകം അവതരിപ്പിക്കണമെങ്കിൽ സാമ്പത്തികമായ സഹായം വേണം. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയല്ല KPSC, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശീർവാദങ്ങളുണ്ടായിരുന്നു എന്ന് മാത്രം. അപ്പോൾ അതിനുവേണ്ട സാമ്പത്തികമായ ഒരു അടിത്തറ ഉണ്ടാവണമെങ്കിൽ ഒരാൾ ആ രീതിയിൽ അത് ഏറ്റെടുക്കണം, ഈ ഒരു സംഘാടകൻ ഉണ്ടാകണം. അങ്ങനെയുള്ളൊരു സംഘാടകൻ ചവറ പ്രദേശത്തെ ഒരു പ്രമാണിയായ അദ്ദേഹം കലാപരിപാടികളൊക്കെ അവിടെ അവതരിപ്പിച്ച് കഥകളി അല്ലെങ്കിൽ മറ്റ് പിന്നെ കലാപരിപാടികൾ, നാടകങ്ങൾ, സംഗീത നാടകങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കാനൊക്കെ മുൻകൈ എടുക്കുന്ന അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വീട്ടിലെ അംഗമായ കോടാകുളങ്ങര വാസുപിള്ള എന്നൊരു ചെറുപ്പക്കാരനാണ്. കോടാകുളങ്ങര വാസുപിള്ളയുടെ പേര് പറഞ്ഞത് ONV കുറുപ്പാണ്. ONV കുറുപ്പിൻ്റെ ഒരു ബന്ധു കൂടിയാണ് കോടാകുളങ്ങര വാസുപിള്ള. അപ്പോൾ അങ്ങനെ ഒരാളിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നാടകം സുഗമമായി മുന്നോട്ട് പോകും എന്നവർ പിന്നെ അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് കോടാകുളങ്ങര വാസുപിള്ള അവതരണത്തിൻ്റെ സംഘാടനത്തിൻ്റെ റിഹേഴ്സൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ചുമതലയേറ്റത്. അപ്പോൾ കോടാകുളങ്ങര വാസുപിള്ളയാണ് സാംബശിവനെ കണ്ടുപിടിച്ചത്. സാംബശിവൻ ചവറയിലുള്ള ONV കുറുപ്പിൻ്റെയൊക്കെ ഒരു സുഹൃത്തും സഖാവുമൊക്കെയാണ്. SN കോളേജിലെ വിദ്യാർത്ഥിയാണ്. കഥാപ്രസംഗ പിന്നെ രംഗത്ത് അദ്ദേഹം ചൂടുറപ്പിച്ച് കഴിഞ്ഞിരുന്നു. അഖിലേന്ത്യാ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ അവിടുത്തെ ഒരു നേതാവാണ്. SN കോളേജിലെ ഉശിരുള്ള ഒരു വിദ്യാർത്ഥി പ്രവർത്തകനാണ്. അപ്പോൾ സാംബശിവൻ ഗോപാലിൻ്റെ വേഷം അഭിനയിക്കാം എന്ന് സമ്മതിച്ചു. പക്ഷേ ഒരു കണ്ടീഷൻ, സാംബശിവൻ പ്രധാനമായിട്ടും കഥാപ്രസംഗ വേദിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കഥാപ്രസംഗത്തിൻ്റെ വേദി വിട്ടിട്ട് നാടകത്തിലേക്ക് വരാൻ താല്പര്യമില്ല. അതുകൊണ്ട് കഥാപ്രസംഗത്തിന് തിരക്കുള്ളപ്പോൾ ആ രംഗത്തിലേക്ക് മടങ്ങിപ്പോകും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കരാറിൻ്റെ പുറത്താണ് സാംബശിവൻ അഭിനയിക്കാൻ സമ്മതിച്ചത്. കറമ്പനായിട്ട് അഭിനയിക്കാൻ നേരത്തെ എൻ്റെ മകനാളിശ്ശേരിയിൽ അഭിനയിക്കാൻ എത്തിയ തോപ്പിൽ കൃഷ്ണപിള്ള, അദ്ദേഹം തോപ്പിൽ ഭാസിയുടെ ഇളയ സഹോദരനാണ്. തോപ്പിൽ കൃഷ്ണപിള്ള തയ്യാറായി. കറമ്പൻ എന്ന് പറയുന്നത് തോപ്പിൽ കൃഷ്ണപിള്ള വളരെ കുട്ടിക്കാലം മുതലേ കണ്ടിട്ടുള്ള നാട്ടിലെ വള്ളിക്കുന്നത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ തന്നെ ഒരുപാട് അന്ന് അടിയാളന്മാരായ ഒരുപാട് പേരുണ്ടല്ലോ, തിരുവഞ്ചൻ പുലേൻ എന്നൊക്കെ പറഞ്ഞ് അവരുടെയൊക്കെ ഭാവങ്ങളാണ് ഈ കൃഷ്ണപിള്ളയുടെ മനസ്സിലുണ്ടായിരുന്നത് ആ കറമ്പൻ്റെ വേഷം അഭിനയിക്കാൻ. ഇനി സുമാവലിയുടെ വേഷം തീർച്ചയായിട്ടും അതിനകത്ത് ഇപ്പോൾ KPSCയിലെ നായികയായിട്ട് വന്നിരിക്കുന്ന സുലോചന തന്നെയാണ് അതിന് ഏറ്റവും പറ്റിയ ആൾ. സുലോചന പാട്ടുപാടും. സുലോചനയ്ക്ക് പ്രധാനമായും ഗായികയാണ് സുലോചന. അപ്പോൾ സുലോചനയ്ക്ക് വേണ്ടി ഒരുപാട് ഗാന സന്ദർഭങ്ങൾ അതിനുവേണ്ടി എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സുലോചനയുണ്ട്. പക്ഷേ നാടകത്തിലെ ഒരു പ്രധാന വേഷം എന്ന് പറയുന്നത് മാലയാണ് നാടകത്തിലെ യഥാർത്ഥത്തിലെ നായിക. അപ്പോൾ ആ ഒരു മാലയാണ് അവസാനം ചുവപ്പ് കൊടിയും കൂടെ പിടിച്ചുകൊണ്ട്, പാർട്ടിക്കൊടിയും പിടിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്ന് ജാഥ തുടങ്ങാറായി എന്ന കാര്യം പരമപിള്ളയും ഒക്കെ അറിയിക്കുന്നത്. അപ്പോൾ മാലയായിട്ട് നല്ല ചൊടിയും ചുറിയൊറുക്കുമുള്ള ഒരു പെൺകുട്ടി വേണം എന്നുള്ളത് തീരുമാനിച്ചു. അങ്ങനെ അത് വാസുപിള്ള കണ്ടെത്തിയ ഒരു നടിയുണ്ടായിരുന്നു. ഗോമതി എന്നാണ് പേര്. ആ ഗോമതി അവിടെ കിളിയല്ലൂരാണ് താമസം. ഒരു സ്കൂളിലെ പിന്നെ സംഗീത അധ്യാപികയാണ്. ഗോമതി ചില നാടകങ്ങളിലൊക്കെ അഭിനയിച്ചു. പക്ഷേ അവിടെ അന്നത്തെ സംഗീത നാടക രംഗത്ത് ഒരുപാട് ഒരു നല്ല കുടുംബത്തിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പൊതുവെ ഒരു നല്ല അവരെ മറ്റൊരു രീതിയിൽ കണ്ടിരുന്ന സമൂഹം മറ്റൊരു രീതിയിലാണെന്ന് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നാടകത്തിൽ അഭിനയിക്കാൻ, നാടകരംഗത്ത് നിന്ന് വിട്ടുമാറി നിൽക്കുകയായിരുന്നു ഗോമതി. പക്ഷേ ഗോമതിയോട് ചെന്ന്
പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗോമതി ആലോചിച്ച് വീട്ടുകാരോടുമൊക്കെ ആലോചിച്ച് അന്നത്തെ ഒരു ആരാധനാപാത്രമായ എല്ലാവരുടെയും അന്ന് സമൂഹത്തിലെ സാംസ്കാരിക രംഗത്തെ ഒരു ജ്വലിച്ച് നിൽക്കുന്ന അന്നത്തെ ധാരാളം ചെറുപ്പക്കാരുടെ ആരാധനാപാത്രമായ കൗമുദി വാരിക പത്രാധിപർ കെ ബാലകൃഷ്ണനോട് ഗോമതി എഴുതി ചോദിച്ചു, ഇങ്ങനൊരു അവസരം വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ബാലകൃഷ്ണൻ ധൈര്യമായി അതിന് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഗോമതിക്ക് ഒരു ധൈര്യമായി. അപ്പോൾ അന്ന് സ്കൂൾ ടീച്ചറായതുകൊണ്ട് വേറൊരു പേരാണ് ഗോമതി സ്വീകരിച്ചത്, സുധർമ്മ. അങ്ങനെ സുധർമ്മ എന്നുള്ള പേരിൽ ഗോമതി മാലയുടെ വേഷം അഭിനയിക്കാൻ എത്തി. ഈ കല്യാണിയമ്മയുടെ വേഷത്തിലേക്ക് പാർട്ടി പോറ്റിസാറിൻ്റെ പരിചയമുള്ളൊരു പാർട്ടി പ്രവർത്തക തന്നെയായ ഒരു തൊഴിലാളി സ്ത്രീയായ ഭാർഗവി അഭിനയിക്കാൻ സമ്മതം മൊഴി. ഇനി വേണ്ടത് കൊച്ചു പെൺകുട്ടി ആയ മീനയാണ്, മീനാക്ഷി, പരമുള്ളിയുടെ മകൾ. അപ്പോൾ ഗോമതി സുധർമ്മ അതിനൊരു പരിഹാരം കണ്ടെത്തി. സുധർമ്മയുടെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടി അന്ന് കൊല്ലത്ത് ഒരു കശുവണ്ടി തൊഴിലാളിയുടെ മകളുണ്ട്. ആ കുട്ടിയെ പോയി കണ്ടു, സ്കൂളിൽ പോയി കണ്ടു. 12 വയസ്സ് 13 വയസ്സുള്ളൊരു കുട്ടിയാണ്, വിജയമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വിജയമ്മയോട് അഭിനയിക്കാൻ താല്പര്യമുണ്ട് എന്ന് ചോദിച്ചപ്പം ആ കുട്ടിക്ക് വളരെ താല്പര്യമുണ്ട്. പക്ഷേ വീട്ടുകാരുടെ സമ്മതം വേണം. വീട്ടുകാരോട് ചോദിച്ചപ്പോൾ വീട്ടുകാർക്കൊരു പ്രശ്നം, അവർ RSPയുടെ യൂണിയനാണ്. അന്ന് RSPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ പൊരിഞ്ഞ ഒരു തമ്മിൽ തല്ല് നടക്കുന്ന കാലമാണ്. പത്തൽ രാഷ്ട്രീയം എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. കൊല്ലം ടൗണിലൊക്കെ അവർ തമ്മിൽ കണ്ടാൽ യുദ്ധമാണ്. ഒരു ഐക്യമുന്നണിയിലാണ് നിയമസഭയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും പ്രവർത്തിക്കുന്നതും ഒരുമിച്ചാണ്. പക്ഷേ അവർ തമ്മിൽ ആശയപരമായ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും RSPയും തമ്മിലുണ്ട്. അപ്പോൾ RSPയുടെ യൂണിയനിൽ അംഗമായ ഈ വിജയമ്മയുടെ അമ്മയ്ക്ക് ഇതിനു വേണ്ടി മകളെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അത് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള പേരിലുള്ളൊരു നാടകത്തിൽ അയക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ ബുദ്ധിമുട്ട് മാറി മീനയും ഇതിൽ ചേർന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഇവരെല്ലാവരും കൂടെ ചേർന്ന് നാടകത്തിൻ്റെ അരങ്ങൊരുക്കങ്ങൾ തുടങ്ങി. അത് ചവറയിലുള്ള കൊടാവുളങ്ങര വാസുപിള്ളയുടെ വീട്ടിൽ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നത്. ഇനി പാട്ടുകളാണ് വേണ്ടത്. പാട്ടുകൾ ഒരുപാട് പാട്ടുകളുടെ സന്ദർഭമുണ്ട്. പാട്ടുകളില്ലാതെ ഒരു നാടകത്തിനെക്കുറിച്ച് സങ്കല്പിക്കാൻ പറ്റില്ല. നേരത്തെ എൻ്റെ മാനാണ് ശരിയിലും പാട്ടുകളുണ്ടായിരുന്നു, നല്ല പാട്ടുകളായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെയും അന്നത്തെ തമിഴ്, ഹിന്ദി സിനിമകളിലെ പാട്ടുകളുടെ ട്യൂണിലാണ്, മട്ട് എന്നാണ് പറയുക, ആ ട്യൂണിലാണ് ആ പാട്ടുകളൊക്കെ എഴുതപ്പെട്ടത്, അല്ലെങ്കിൽ ആ രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. പക്ഷേ അത് പോരാ. അങ്ങനെ ചില പാട്ടുകളൊക്കെ ഇതിനു വേണ്ടി ഉണ്ടാക്കിയെങ്കിലും കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഇതൊന്നും പോരാ. നല്ലൊരു വളരെ തനിമയുള്ള അതായത് മലയാള സംഗീതവുമായി കേരളത്തിൻ്റെ സംഗീതവുമായി കേരളത്തിൻ്റെ സംസ്കാരവുമായി ഇഴുകി നിൽക്കുന്ന അല്ലെങ്കിൽ അലിഞ്ഞു ചേരുന്ന ഒരു സംഗീതം ഉള്ള പാട്ടുകൾ തന്നെ വേണം എന്ന് തീരുമാനിച്ചു. ദേവരാജൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ നേരത്തെ ONV കൊണ്ടുവന്നതാണ്. പക്ഷേ കഴിഞ്ഞ നാടകത്തിൽ എൻ്റെ മാനാണ് ശരിയിൽ ദേവരാജനെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം അവിടുന്ന് പോവുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ഇത്തവണ ദേവരാജനെയും കൂടെ ഇതിൻ്റെ ഭാഗമാക്കി. അങ്ങനെ കുറേ പാട്ടുകൾ ONVയും ദേവരാജനും ചേർന്ന് തയ്യാറാക്കി. അതിനകത്ത് പ്രധാനമായിട്ടും KS ജോർജ് ആണല്ലോ മുഖ്യ ഗായകൻ. KS ജോർജ് അഭിനയിക്കുന്നില്ല, പക്ഷേ മുഖ്യ ഗായകൻ KS ജോർജാണ്. ജോർജ് പാടുന്ന ഒരു പാട്ട് ദീപങ്ങൾ മങ്ങി കൂരിരുൾ തിങ്ങി എന്നുള്ള അതാണ് അവതരണ ഗാനം. ആ പാട്ട് പാടുന്നതോടുകൂടിയാണ് യവനിക ഉയരുകയും പരമുപിള്ള രംഗത്തേക്ക് പതുക്കെ ഒരു ഓലമടലും വലിച്ചഴച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ ആ പാട്ട് വളരെ പ്രധാനമാണ്. അപ്പോൾ ദീപങ്ങൾ മങ്ങി കൂരിരുൾ തിങ്ങി എന്നുള്ള പാട്ട്. അതുപോലെ തന്നെ മാല അവതരിപ്പിക്കുമ്പോൾ മാല ഒരു പാട്ട് പാടിക്കൊണ്ടാണ് രംഗത്ത് ഈ മരച്ചീനി ഇങ്ങനെ കൊത്തി അരിഞ്ഞുകൊണ്ട് ആ പാട്ട് പാടിക്കൊണ്ട് ആണ് രംഗത്തിരിക്കുന്നത്. അങ്ങനെയാണ് മാല അവതരിപ്പിക്കുന്നത്. അതാണ് നീലക്കുരുവി നീലക്കുരുവി നീയൊരു കാര്യം ചൊല്ലുമോ എന്നുള്ള പാട്ട്. അത് സുധർമ്മ തന്നെയാണ് പാടുന്നത്. അന്ന് എല്ലാവരും പാടുന്നവർ തന്നെയാണ്, രംഗത്ത് വരുന്നവർ തന്നെയാണ് പാടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വെള്ളാരംകുന്നിലെ പൊന്മുളംകാട്ടിലെ എന്നുള്ള പാട്ട് സുലോചന പിന്നീട് ഇപ്പോഴും നമ്മളെല്ലാം കേട്ട് ഏറ്റവും ആസ്വദിക്കുന്നൊരു പാട്ടാണ് വെള്ളാരംകുന്നിലെ പൊന്മുളംകാട്ടിലെ കാറ്റേവ എന്നുള്ള പാട്ട്. ആ പാട്ട് സുലോചന പാടുന്നു. സുലോചനയ്ക്ക് വേണ്ടി പിന്നെയും സുലോചനയുടെ ആഗ്രഹം അനുസരിച്ച് ചില തമിഴ് പാട്ടുകളുടെ ട്യൂൺ അനുസരിച്ചുള്ള ചില കീർത്തനങ്ങളുടെയൊക്കെ ട്യൂൺ അനുസരിച്ചുള്ള പാട്ടുകൾ ഒരുക്കുകയൊക്കെ ചെയ്തു. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദേവരാജൻ ഈണം പകർന്നൊരു പാട്ടുണ്ടായിരുന്നു, ഒരു കവിതയുണ്ടായിരുന്നു ONVയുടെ ഇരുളിൽ നിന്നൊരു ഗാനം. ആ കവിത, ആ പാട്ട് പല വേദികളിലും AKGക്ക് ഒരു കൊല്ലത്തൊരു സ്വീകരണം കൊടുത്തപ്പോൾ SN കോളേജിൽ ഒരു സ്വീകരണം കൊടുത്തപ്പോഴൊക്കെ ആ പാട്ട് ദേവരാജൻ അവിടെ പാടി. അപ്പോൾ ആ പാട്ട് വളരെ പ്രശസ്തമാണ്. പൊന്നരിവാള അമ്പിളിയിൽ കണ്ണെറിയുന്നോളെ. അപ്പോൾ ആ പാട്ട് ദേവരാജൻ്റെ തന്നെ ശബ്ദത്തിൽ പാടി ഒരുപാട് പേര് ആസ്വദിച്ചിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ ആ പാട്ട് അല്ലെങ്കിൽ ആ കവിത ഈ നാടകത്തിൽ ഉണ്ടായേ തീരൂ എന്നവർ തീരുമാനിച്ചു. അങ്ങനെ അതാണ് ദേവരാജനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ ആ പാട്ട് പൊന്നരിവാള അമ്പിളിയിൽ എന്നുള്ള പാട്ട് ദേവരാജൻ തന്നെ പാടി നാടകത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. അത് രംഗത്ത് സുലോചനയും നായകനായ സാംബശിവനും കൂടെയാണ് പാടുന്നതെങ്കിലും അത് പാട്ട് ആളുകൾ ഇന്നും ആസ്വദിക്കുന്നത് ദേവരാജൻ്റെ ശബ്ദത്തിലാണ്. പിന്നെ ജോർജും സുലോചനയും കൂടെ അത് പാടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ
പൊന്നരിവാളംപുളിയിൽ, പിന്നെ നേരം പോയി എല്ലാവരും പോയല്ല എന്നുള്ള പാട്ട്. ആ പാട്ടിന് വളരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലെ 4 വരികൾ, അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട വരികൾ ഇന്നും ആളുകളുടെ മനസ്സിൽ അലയടിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്ന വരികളാണ്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്നുള്ള ONV വരികൾ. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുദ്രാവാക്യമായി 1957 ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമായി നടപ്പാക്കിയ ഒരു പിന്നെ കാര്യമായിരുന്നു ആ കർഷക തൊഴിലാളി ഭൂപരിഷ്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ആ കർഷക തൊഴിലാളിക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു മുദ്രാവാക്യമായി നമ്മൾ പോയും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്നുള്ള വരികൾ ഉള്ള ആ പാട്ട്, നേരം പോയി എല്ലാവരും പോയല്ലോ, അത് അങ്ങനെ 24 പാട്ടുകൾ ഈ നാടകത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ പാട്ടുകളായി, അഭിനയത്തിന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങളായി. അഭിനയം എന്ന് പറയുന്നത് ഇവരെല്ലാവരും ഓരോ രംഗത്തേക്കും, അപ്പം ഉദാഹരണത്തിന് പരമപിള്ളിയായിട്ട് അഭിനയിക്കുന്ന കാമ്പശ്ശേരിയുടെ മനസ്സിലുണ്ടായിരുന്ന രൂപം എന്ന് പറയുന്നത്, ഒന്ന് കാമ്പശ്ശേരിയുടെ അച്ഛൻ കൊച്ചിക്ക ചാന്നാർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗാംഭീര്യവും അതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ മറ്റു കാര്യങ്ങൾ, മറ്റ് സംസാരത്തിൻ്റെ രീതിയിലും അതൊക്കെ കാമ്പശ്ശേരി കടം കൊണ്ടത് തോപ്പിൽ ഭാസിയുടെ അച്ഛൻ പരമേശ്വരൻ പിള്ളയുടെ നിന്നാണ്. അങ്ങനെ ഈ 2 പിതാക്കന്മാരുടെയും ചില ഭാവഹാവാദികളും സംസാര രീതിയും ഒക്കെയാണ് കാമ്പശ്ശേരി അതിലേക്ക് ആ പരമപിള്ളയെ അവതരിപ്പിക്കാൻ വേണ്ടി മനസ്സിൽ കണ്ടത്. അതുപോലെ തന്നെ തോപ്പിൽ കൃഷ്ണപിള്ള, തിരുവഞ്ചൻ പുലയൻ്റെയും നാട്ടിലെ മറ്റ് അതുപോലുള്ള കർഷക തൊഴിലാളികളുടെയൊക്കെ അവരുടെ അഭിനയവും അവരുടെ പിന്നെ എളിമയോടുള്ള നിൽപ്പും ഒക്കെ, ആ രീതിയിലുള്ള സംസാരവും സംഭാഷണവും തനി നാട്ടിൻപുറത്തെ ഓണാട്ടുകര ഭാഷയും ഒക്കെ ഇവരെയൊക്കെ അങ്ങനെ അത് പരിശീലിച്ചാണ് അവർ പിന്നെ റിഹേഴ്സലിന് അത് തയ്യാറാക്കിയത്. ഇപ്പം ജനാർദ്ദനക്കുറുപ്പാണ് സംവിധായകൻ. ജനാർദ്ദനക്കുറുപ്പ് ഒരു ജന്മി കേശവൻ നായരുടെ വേഷം അഭിനയിക്കാൻ എന്തുകൊണ്ടും അതിന് പറ്റുന്ന ഒരാളായിരുന്നു. അപ്പോൾ ജനാർദ്ദനക്കുറുപ്പ് അങ്ങനെ പോയി. അപ്പോൾ ഇവരെല്ലാവരും അവരുടേതായ മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് അവരുടെ വേഷം പരമാവധി നന്നാക്കാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയത്. അപ്പോൾ അത് 1952 നവംബർ മാസത്തിലാണ് ഈ നാടകത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഒരു ഡിസംബർ മാസം ആദ്യം ഈ നാടകം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. ചവറ തന്നെ ആ ഒരു തൊട്ടാശ്ശേരി മൈതാനമുണ്ട്. അവിടെ ഒരു സുദർശന എന്നുള്ള പേരുള്ള ഒരു കൊട്ടകയുണ്ട്, ഒരു തിയേറ്ററുണ്ട്. ആ തിയേറ്റർ ഒരു സിനിമാ തിയേറ്ററാണ്. ആ തിയേറ്ററിൽ വെച്ചാണ് നാടകം അവതരിപ്പിക്കാൻ തീരുമാനിച്ചത്, ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചത്. ആദ്യത്തെ നാടകം സുദർശന തിയേറ്ററിലാണ്. ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളൊരു അന്വേഷണം ചെന്നെത്തിയത് അന്ന് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ പ്രവർത്തകനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ ഒരു ഉറച്ച അനുഭാവിയുമൊക്കെ ആയിട്ടുള്ള ഒരുപാട് കഥകളിലൂടെയും മറ്റ് പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ആളുകൾക്ക് വളരെ സുപരിചിതനായ ഒരു പേരായിരുന്നു DM പൊറ്റക്കാട്. അപ്പോൾ DM പൊറ്റക്കാട് എന്നുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കഥകൾ അന്ന് ആ കാലത്ത് ഒരുപാട് വായിക്കപ്പെട്ട കഥകളാണ്. ആളുകളൊക്കെ തന്നെയും ഓർക്കുന്ന ഒരു പേരായിരുന്നു DM പൊറ്റക്കാട്. അപ്പം DM പൊറ്റക്കാട് ഉദ്ഘാടനം ചെയ്യട്ടെ എന്നുള്ളത് തീരുമാനിച്ചു. ഒരു അതിഥിയായിട്ട് തോപ്പിൽ ഭാസിയിൽ, അന്ന് ജയിലിൽ കിടക്കുന്ന തോപ്പിൽ ഭാസിയുടെ അച്ഛൻ പരമേശ്വരൻ പിള്ളയെ ക്ഷണിച്ചു. ആ ഡിസംബർ 6-ാം തീയതി 1952 ഡിസംബർ 6-ാം തീയതി ചവറ തട്ടാശ്ശേരി മൈതാനത്തെ പിന്നെ സുദർശന കൊട്ടകയിൽ വെച്ച് നാടകം അങ്ങനെ ആരംഭിച്ചു. ഈ നാടകം അവിടെ അവതരിപ്പിക്കുമ്പോൾ ഈ ചവറ നേരത്തെ പറഞ്ഞ മാതിരി RSPയുടെ ഒരു കോട്ടയാണ് ചവറ. അവിടെ RSPയുടെ ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടാകും. കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ തന്നെ ഈ നാടകത്തിൻ്റെ പേരുകൊണ്ട് തന്നെ ആ നാടകത്തിനോടൊരു ശത്രുതയുണ്ട്. KPSC പോലൊരു പ്രസ്ഥാനം വരുന്നതിൽ അവർക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. അതുകൊണ്ട് അവരുടെ എതിർപ്പുണ്ടാകും. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഒരുപാട് പ്രവർത്തകർ അന്ന് സദസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ തിങ്ങി നിറഞ്ഞ ഒരു സദസ്സിലാണ് ഈ നാടകം ആരംഭിച്ചത്. നാടകം വളരെ സുഗമമായി മുന്നോട്ട് പോയി. നാടകത്തിൻ്റെ പിന്നെ ഓരോ രംഗവും കയ്യടിയോടുകൂടിയാണ് സ്വീകരിക്കപ്പെട്ടത്. പരമുള്ള ആദ്യം രംഗത്തേക്ക് കയറി വരുന്നത് പിന്നെ ഭാവഗംഭീരമായ ആ ശബ്ദത്തിൽ ദീപങ്ങൾ മങ്ങി കൂരിൽ തിങ്ങി എന്നുള്ള KS ജോർജിൻ്റെ ശബ്ദം അന്തരീക്ഷത്തിൽ പശ്ചാത്തലത്തിൽ അലയടിക്കുമ്പോഴാണ് പരമുള്ള ഇങ്ങനെ ആ രംഗത്തേക്ക് കയറി വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ രംഗവും ആളുകൾ ആസ്വദിച്ചാണ് ആ നാടകം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവസാനമായപ്പോഴത്തേക്കും പിന്നെ നാടകത്തിൻ്റെ ടെമ്പോ മുറുകി വന്ന് പരമുള്ളയ്ക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു. അവസാനം ഗോപാലിനെ ജന്മിയുടെ കേശവൻ നായരുടെ ഗുണ്ടകൾ ആക്രമിക്കുന്നത് കാര്യമെന്ന് അറിയിക്കുന്നു. പരമുള്ള കത്തിയെടുത്തുകൊണ്ട് എൻ്റെ മകനെ ആരാണ് അടിച്ചത് എന്ന് പറഞ്ഞിട്ട് ചാടി പുറപ്പെടുന്നു. എല്ലാവരും കൂടെ ചേർന്ന് പരമുള്ളയെ പിടിച്ചു വെക്കുന്നു. അത് കഴിഞ്ഞ് രംഗമെല്ലാം ശാന്തമായതിനു ശേഷം ജാഥ നടക്കുകയാണ്. ഈ ജന്മിക്കെതിരെയുള്ള ജാഥ നടക്കുമ്പോൾ മാല ഓടി വരികയാണ് രംഗത്തേക്ക്, ഒരു ചുവന്ന കൊടിയും പിടിച്ചുകൊണ്ട്. ജാഥ തുടങ്ങി എന്ന് പറയുമ്പോൾ പരമുള്ള പറയുകയാണ്, മോളെ എനിക്ക് ആ കൊടിയൊന്ന് പിടിക്കണം, എനിക്ക് ആ കൊടിയൊന്ന് പൊക്കി പിടിക്കണം എന്ന് പറഞ്ഞ് ആ കൊടി ഏറ്റുവാങ്ങുമ്പോഴാണ് നാടകം അവസാനിക്കുന്നത്. ഈ രംഗം വന്നപ്പോഴത്തേക്കും പിന്നെ കയ്യടിക്ക് പകരം അന്ന് ആ സദസ്സിലുണ്ടായിരുന്ന മുഴുവൻ പേരും എഴുന്നേറ്റ് നിന്ന് ഇൻകുലാബ് സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ഇത് രംഗത്ത് നിന്നവരും ആ മുദ്രാവാക്യം ഏറ്റുവിളിച്ചു.
അങ്ങനെ ഒരു നാടകത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ സദസ്സും പിന്നെ അഭിനേതാക്കളും തമ്മിൽ താതാമ്യം പ്രാപിച്ചുകൊണ്ട് ഒരു മുദ്രാവാക്യം വിളിയിലൂടെ ഒന്നായിത്തീരുന്ന ഒരു കാഴ്ച, അതായിരുന്നു നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയുടെ ആദ്യത്തെ ദിവസത്തെ അവതരണത്തിൽ കണ്ടത്. പിന്നീട് അതൊരു ജൈത്രയാത്രയുടെ തുടക്കമായിരുന്നു.